പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നാൽ സമീപ വർഷങ്ങളിൽ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിരവധി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ സർക്കാർ നിരോധിച്ചതോടെയാണ് കലാപം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജൂൺ 9-ന് മേഖലയിൽ ഉടനീളം നടത്താനിരുന്ന ഹർത്താലിന് മുന്നോടിയായി റാവൽകോട്ടയിൽ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ കടുത്ത ഏറ്റുമുട്ടലിൽ 11 പേർ കൊല്ലപ്പെടുകയും 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻപുണ്ടായ ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ പ്രവർത്തകന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അനുകൂലികൾ ഒത്തുകൂടിയതോടെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ആഴ്ച തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം പ്രാദേശിക ഭരണകൂടം നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ച ജെഎസ്യുമായി ബന്ധമുള്ള പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസും അർദ്ധസൈനിക വിഭാഗവും നീക്കം നടത്തിയതായാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് റോയിട്ടേഴ്സ് വ്യക്തമാക്കുന്നത്. പൂൻ സെക്ടറിലെ കമ്മീഷണർ സർദാർ വാഹിദ് ഖാൻ പറയുന്നതനുസരിച്ച് ആക്രമണത്തിനിടയിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും ഒരു സിവിലിയനും കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് നിയമപാലകർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് 6 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടുവെന്നും ഇപ്പോൾ വ്യക്തമാവുന്നത്. പോലീസ് മേധാവി ലിയാഖത്ത് മാലിക് നൽകിയ വിവരങ്ങൾ പ്രകാരം 23 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും 50ഓളം പ്രതിഷേധക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നടപടിയുടെ ഭാഗമായി നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ തള്ളിക്കളഞ്ഞ പ്രാദേശിക നിവാസികളും ജെഎസി അനുകൂലികളും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലാകാമെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ജനങ്ങൾ പ്രതിഷേധിക്കാനുള്ള കാരണം എന്താണെന്നാൽ പാക് അധീന കാശ്മീരിൽ 75-അംഗ നിയമസഭയിൽ 12 സീറ്റുകൾ കാശ്മീരിന് പുറത്ത് പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്ന അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ തീരുമാനമാണ് പുതിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. ഈ സീറ്റുകൾ തദ്ദേശീയമായി ജനങ്ങളുടെ പ്രാതിനിധ്യത്തെ ഇല്ലാതാക്കുമെന്നാണ് ജെഎസി പറയുന്നത്. ഇതിനു പുറമെ മേഖലയിൽ കൂടുതൽ വിലക്കയറ്റം, വൈദ്യുതി ക്ഷാമം, തൊഴിലില്ലായ്മ, ഭരണപരമായ പരാജയങ്ങൾ, ഈ പ്രദേശത്തെ രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ചും ഈ കൂട്ടായ്മ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി മാവിൻ പൊടിയുടെയും വൈദ്യുതിയുടെയും വില വർധനവിനെതിരെ ഈ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധത്തിൽ പലരും സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജൂൺ 9-ന് നടത്താനിരുന്ന ഹർത്താൽ ഈ സീറ്റ് സംവരണത്തെ എതിർക്കാൻ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ സംഘടനയെ നിരോധിച്ചതിലും ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളിലും തങ്ങളുടെ നേതാക്കൾ ഒരാൾ കൊല്ലപ്പെട്ടതിലും പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്താനായിട്ട് ഇന്ന് അവർ തീരുമാനിച്ചത്. പല പ്രദേശങ്ങളിലും മൊബൈൽ ഡേറ്റ സേവനങ്ങൾ തടസ്സപ്പെടുകയും വലിയ ഒത്തുചേരലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ജെഎസിയുടെ കേന്ദ്ര ഓഫീസും സീൽ ചെയ്തതായി റിപ്പോർട്ടുകൾ റോയിട്ടേഴ്സ് വാർത്ത ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിക്കൊണ്ടിരിക്കുന്ന, അതായത് ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് യുണൈറ്റഡ് കിങ്ഡം, അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് യാത്രാവിലക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന അല്ലെങ്കിൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്താം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള വിദേശ പൗരന്മാർ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും എത്രത്തോളം അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തണമെന്നും ഉള്ള നിർദ്ദേശമാണ് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ നൽകുന്നത്. കൂടാതെ അതത് എംബസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നും ഓരോ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. POKയിലെ ഈ ഒരു വലിയ രീതിയിലുള്ള കലാപം ഇന്ത്യൻ ഏജൻസികൾ, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയോടെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്.